ലൈവിൽ ഒനീൽ സാബുവിൻ്റെ വായിലിരിക്കുന്നതെല്ലാം മേടിച്ച് കൂട്ടിയിരിക്കുകയാണ് രന ഫാത്തിമ. രന ഫാത്തിമയുടെ ഭാഗത്ത് ഒരു ന്യായമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ രന ഫാത്തിമയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാം, എന്ത് സംസാരിക്കണമെന്ന് പുള്ളിക്കാരത്തേക്ക് തീരുമാനിക്കാം. പക്ഷേ ഈ ഒരു സംഭവത്തിൽ രന ഫാത്തിമയുടെ ഭാഗത്ത് ഒരു ന്യായവുമില്ല. ഒനീൽ സാബു പറഞ്ഞത് അല്പം കൂടിപ്പോയി. പക്ഷേ പ്രായത്തിൻ്റേതായ ഒരു പരിഗണനയും ബിഗ് ബോസ് വീട്ടിൽ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. രന ഫാത്തിമേനെ പലരും പ്രായത്തിൻ്റെ പേരിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ റെന തന്നെ പറയുന്നുണ്ട് തനിക്ക് ആ ഒരു കൺസിഡറേഷൻ വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒനിൽ സാബു പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല. എങ്കിലും കീടാണു എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ഏതൊരു തലത്തിലുള്ള ഒരു ആക്ഷേപമായി പോയി. എങ്കിൽ പോലും രന ഫാത്തിമ അത് ചോദിച്ച് മേടിച്ചതാണെന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ അത്രയും എഫോർട്ട് ഇട്ട് അത്രയും വീട്ടിലുള്ള ആൾക്കാർക്ക് അവിടെ അവർ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ കഴിച്ചു കഴിഞ്ഞു, ചിലർ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വീണ്ടും പൊറോട്ട ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബിസി ആയിട്ട് അവിടെ അടുക്കളയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് റെന ഫാത്തിമ ചൊറിയാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നത്. പുള്ളിക്കാരത്തേക്ക് ഒരെണ്ണം ഉണ്ടാക്കണം, പരത്തണം, മറച്ചിടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നു. അവർ സമ്മതിച്ചില്ല, വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ അവർ സമ്മതിക്കുന്നു, അവസാനം പരത്താൻ സമ്മതിക്കുന്നു. പക്ഷേ ചുടാൻ സമ്മതിക്കുന്നില്ല ഗ്യാസ് സ്റ്റൗവിൽ വെച്ച്. അത് കിച്ചൺ ഡ്യൂട്ടിക്കാർ നോക്കിക്കോളാം, സ്റ്റൗ ഓണാക്കുന്നതും പരിപാടിയെല്ലാം കിച്ചൺ ഡ്യൂട്ടിക്കാർ നോക്കിക്കോളാം എന്ന് പറയുന്നു. അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് സാബുവും ഫാത്തിമയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ തർക്കം ഉണ്ടാകുന്നു. കീടാണെന്ന് വിളിക്കുന്നു, പോടാന്ന് വിളിക്കുന്നു, പോടിയെന്ന് വിളിക്കുന്നു, നീ കിച്ചണിൽ നിന്ന് ഇറങ്ങി പോടി. അങ്ങനെ അതും ഇതും പറഞ്ഞ് അങ്ങോട്ട് രണ്ടുപേരും അടിയായി. അവസാനം ഒനിൽ സാബു നല്ല വയലൻ്റ് ആയിട്ട് തന്നെ ഷൗട്ട് ചെയ്ത് രനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒരു കീടാണുമാണ്, നീ ഒരു യൂസ്ലെസ് കീടാണുമാണ് എന്ന് പറയുന്നു. രനയ്ക്ക് ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പോഴാണ് രന ഫാത്തിമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇത് വളരെ മോശമായിപ്പോയി, ഫുഡിൻ്റെ പേരിൽ കണക്ക് പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞ് ഒനീലിനെതിരെ ഇല്ലാത്ത ഒരു ആരോപണം അങ്ങ് ഉന്നയിക്കുന്നത്. സാബുവിനത് മനസ്സിലായി. ഒനീൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ ഫുഡ് തന്നില്ല എന്ന് പറഞ്ഞ് നിനക്കിപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കണമായിരിക്കും, നീ നടന്നോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഒനീൽ അത് പറയുന്നുമുണ്ട്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആരുടെ കൂടെയാണെന്ന് താഴെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ്